ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ കുട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുട്ടീനെ എടുത്തിങ്ങനെ പൊക്കണ വീഡിയോ ആയിരുന്നു. അതിന് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റുകളൊക്കെ പറ്റിയനുസരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെ കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ കുട്ടിയെ ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതേപോലെ അതിന് നിങ്ങൾ സ്വാതന്ത്ര്യ കമൻറ്റ് ബോക്സ് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അത് ചെയ്യാതെ നിങ്ങൾ അനാവശ്യം വിളിച്ച് പറയുക, അതേപോലെ അങ്ങനെ ഒക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ വീഡിയോ എടുത്ത് അത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ എടുക്കണം. ഞങ്ങൾക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ സാധാരണ ഒരു വീഡിയോ ഇടുന്ന പോലെ ഒരു 1K 3K ഒക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ മില്യൺ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറയണത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാവും നിങ്ങൾ പറയുക ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ എന്താ പറയുക, അനാവശ്യം വിളിച്ച് പറയുമ്പോൾ അത് കാണുന്ന ഞങ്ങൾക്ക് എത്ര ഇടങ്ങേറുണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ അല്ല, കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ പോയി വീഡിയോഗ്രാഫറെ, അതേപോലെ ഈ വീഡിയോഗ്രാഫറെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് നേരാക്കി തന്നെ ഞാൻ എത്രങ്ങാനും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോഴും അപ്പോൾ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്കറിയാം കുട്ടികളെ ഇങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ആവർത്തിക്കുന്നുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു തരാതെ നിങ്ങളിങ്ങനെ ഓരോ അനാവശ്യമാക്കേണ്ടതിലേക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ വാങ്ങിച്ച സ്ക്രീനിൽ കാണിക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇടങ്ങേറ് ഞങ്ങൾ ഈ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എത്തിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് കുട്ടീനെയും കൊണ്ട് പോയിട്ട് കുട്ടി എത്രത്തോളം സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനിങ്ങൊരു വീഡിയോ ഇടുന്നുണ്ട്. അതിലറിയാം കുട്ടി എത്രത്തോളം സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ കുട്ടീൻ്റെ കരച്ചിൽ മാറ്റി അവിടെ ഒരു തുറന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് കുട്ടിക്ക് പാലും കൂടി കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് എത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുക്കാൻ നിന്നത്. കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വെച്ച വീഡിയോ ആണ് ഞങ്ങളത്. എല്ലാവരും ഇടുമ്പോൾ ഞങ്ങൾക്കുണ്ടാവില്ലൊരു പൂതി, ഞങ്ങളെ കുട്ടിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം, ഇങ്ങനെ ഇടണം എന്നുള്ള ഞങ്ങൾക്കുണ്ടാവില്ലൊരു പൂതി. ആ പൂതിക്ക് വേണ്ടി പോയി എടുത്ത വീഡിയോ. പിന്നെ ഞങ്ങൾ മാത്രമല്ല കുട്ടീനെ അങ്ങനെ ഇട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് റീൽ കണ്ട് ഞങ്ങൾ അതേപോലെ ചെയ്തതാണ് ഈ റീൽ. അതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ആ റീൽസിന് ഒരു നെഗറ്റീവ് കമൻറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല, തെറി പറച്ചിലോ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഹൈഡ് ചെയ്തതാണ് നമുക്കറിയില്ല. പക്ഷേ ആ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത്രയും ഇടങ്ങേറായിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇത് പിന്നെ നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ തെറി പറച്ചിൽ വെറിങ്ങോണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് പറയണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പറഞ്ഞോളൂ. അതിന് കമൻറ്റ് ബോക്സ് ഓൺ ആക്കി. ഈ വീഡിയോയിലും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ പോസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവും പോസ്റ്റ് ഉണ്ടാവും. അതിന് പറ്റുന്നുണ്ടെച്ച് നിന്നാൽ മതി, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇടണം, കുഴപ്പമില്ല. പക്ഷേ തെറി വിളിക്കാതിരുന്നാൽ മതി. അത് നമുക്കറിയാം. ഒരാളെ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾ തെറി വിളിച്ചിട്ടുണ്ട്, ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ വന്ന് തെറി വിളിച്ചാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ഇടങ്ങേറാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ അത് മെയിൻ ചെയ്യാത്ത പല ആൾക്കാരും ഉണ്ടാകും. പക്ഷേ എനിക്കത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് ഇന്ന് തെറി വിളിക്കുമ്പോൾ എനിക്ക് ഇടങ്ങേറാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു ഇങ്ങനെ വീഡിയോ ഇടണോ വേണ്ടേ എന്നുള്ളത് കുറേ ആലോചിച്ച് എന്നിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കുറേ ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഇട്ടുന്നത്. ഇതുവരെയും കുട്ടിക്ക് ഒരു കേടും വന്നിട്ടില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളെ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. ഇത്രത്തോളം ആക്കാൻ പറ്റുന്നുണ്ട് വെച്ചാൽ ഇനിയും ഞങ്ങൾക്ക് നോക്കാനും അറിയാം, ഞങ്ങൾക്ക് എങ്ങനെ കാട്ടണമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ചെയ്തു വെച്ചിട്ട് ഞങ്ങളെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി കുട്ടിക്ക് വയ്യാതെയോ കാര്യമൊന്നും ആയിട്ടില്ല.
ഇനി ഞങ്ങൾക്കറിയാം ഞങ്ങളെ കുട്ടിയെ നോക്കാൻ. ഇതിൻ്റെ പേരിൽ ആരും ബേജാറാവണ്ട. സ്വന്തം കുട്ടീൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ബേജാറ് വേറെ ആർക്കും വേണ്ട. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാൻ മനസ്സിലിങ്ങനെയുണ്ട്, പക്ഷേ ഇങ്ങോട്ട് പുറത്തേക്ക് വരണില്ല. അപ്പോൾ എനിക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഇപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവർക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റാത്തത് കൊണ്ട് അത്രയും മെസ്സേജ് വരുന്നുണ്ട്. ഇൻസ്റ്റയിലാണെന്ന് 1 മില്യൺ കഴിഞ്ഞു അത്. അപ്പോൾ അത്രയും കമൻറ്റും വരുന്നുണ്ട്. കുറേ അറിയാത്ത ആൾക്കാർ വരെ കമൻ്റ് ഇടുന്നുണ്ട്. കുഴപ്പമില്ല, അതിൽ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതിലും നെഗറ്റീവ് കമൻറ്റ് വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്കിങ്ങനെ പറഞ്ഞാൽ എനിക്ക് സമാധാനമാവുള്ളൂ. ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിനൊരു ഇത് ഉണ്ടായിട്ട് അത്രയും നല്ല രസമുള്ളൊരു വീഡിയോ കിട്ടിയിട്ട്. അപ്പം നിങ്ങൾ പറഞ്ഞത് എന്താ, റീൽസിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ എന്ത് കാണിച്ചതും കാട്ടും. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കാട്ടൂല. ഞാൻ ഇതുവരെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലമാവാനായി. ഇതുവരെയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനെ വെച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടേ ഇല്ല. അന്നാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയതും 1 മില്യൺ അടിച്ചതും. അതൊരിക്കലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ സാധാരണ ഒരു വീഡിയോ ഇടുന്ന പോലെ ഇട്ടു. അത് എഡിറ്റിങ് കുറച്ച് അടിപൊളിയായി. അതുകൊണ്ട് അതൊരു എഡിറ്ററെ ഇതാക്കി വെച്ചിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫോട്ടോഗ്രാഫർ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസവും കാര്യങ്ങളുണ്ടാവും. ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്തതല്ല, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിലും അതേപോലെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ യൂട്യൂബേഴ്സിനും അറിയാം, അല്ലെങ്കിൽ ഓരോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്കും അറിയാം. ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ എഡിറ്റ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ചെറിയ കുട്ടിയുള്ളത്, 1 വയസ്സായ കുട്ടിയുള്ളത്, ആ കുട്ടിയെ വെച്ചിട്ട് വേണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി ഇടാൻ വേണ്ടിയിട്ട്, എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടീൻ്റെ വോയിസ് കേൾക്കാം. കുട്ടീനെ അവിടെ കടത്തി കളിപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. അപ്പോൾ അത്രയും ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ഒന്ന് എന്താ പറയുക, ഒരു ഇത് തരിക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് കമൻ്റ് ഇട്ട് എല്ലാവർക്കും താങ്ക് യു ഉണ്ട്, നന്ദി പറയാണ്ട്. നെഗറ്റീവ് കമൻ്റ് ഇട്ടോളി, പക്ഷെ തെറി വിളിക്കാതിരുന്നാൽ മതി. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോസിൽ തെറി കേട്ടിട്ടില്ല. അതാണ് എനിക്ക് ഇത്ര ഇടങ്ങാറായിട്ടുള്ളത്. ഞാനൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ കുറേ വീഡിയോസ് ഇടുന്നതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന ആളോ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ടും തെറിവിളി കേട്ടിട്ടില്ല. ഓരോ വീഡിയോസിലും തെറിവിളി കാണുന്നല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരാൾക്കും തെറി അങ്ങോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല. ഒരു കമൻറ്റ് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെയായിട്ടും തെറി വിളിച്ചിട്ട്. അപ്പം എനിക്ക് അത്രയും ഇടങ്ങേറായിട്ടാണ്. നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾ അപ്പത്തെ സന്തോഷത്തിന് നിങ്ങൾ പറയാവും, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എത്ര എഫർട്ട് എടുത്തിട്ട് ഇട്ടതാണെന്നുള്ളതും അതേപോലെ അവർക്ക് എത്രത്തോളം ഇടങ്ങേറാവുന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും അതിന് ഞാൻ ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും മാറ്റില്ല. സപ്പോർട്ട് ചെയ്യണോടത്ത് എല്ലാവർക്കും ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പം അത്രേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കമൻറ്റ്. പറ്റുകയാണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റിങ് അത്ര അറിയില്ല. എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അറിയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ഈ വീഡിയോൻ്റെ ഒപ്പം ഞാനിടാം. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.